ഫുർസത്ത് കഞ്ചി മുഴുവൻ വളരെ വ്യത്യസ്തമായ ഒരു രോഗം പടർന്നിരിക്കുന്നു. കാരണം എന്തെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഇത് ഏതു തരം രോഗമാണെന്നറിയില്ല. ഡോക്ടേഴ്സും ആകെ കൺഫ്യൂസ്ഡ് ആണ്. സയന്റിസ്റ്റ് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛാ, എന്താണെന്ന് അറിയില്ല. ഇന്നലെ രാത്രി മുതൽ എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടുമില്ല. വണ്ടിക്കാണെങ്കിൽ വായ അടയ്ക്കാനും പറ്റുന്നില്ല. ചില സമയം കൊതുക്, ചില സമയം ഈച്ച, മാറി മാറി അവന്റെ വായിക്കകത്ത് പൊയ്ക്കൊണ്ടേ ഇരിക്കുക. ഡോക്ടർമാർക്ക് പോലും ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് നോക്കിയേ, അച്ഛന്റെ കൈ തൂങ്ങി കിടക്കുന്നത് കണ്ടോ? ഇതേപോലെ സിറ്റിയിലുള്ള എല്ലാവർക്കും എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ ടിവിയിലും അതിനെക്കുറിച്ചുള്ള ന്യൂസ് ആകെ കേട്ടോണ്ടിരുന്നത്. ഞാനത് കണ്ടെത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊന്ന് നോക്കട്ടെ. ഏതുതരം രോഗമായിരിക്കും അത്? ഈ രോഗം ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് മധ്യസാഗരത്തിന്റെ കാലു ദ്വീപിലാ ഉണ്ടായത്. പിന്നെ ഇത് എങ്ങനെ ഇങ്ങോട്ട് വന്നത് അപ്പൂപ്പ? ഏതെങ്കിലും ദേശാടന പക്ഷികൾ കൊണ്ടുവന്നതായിരിക്കും. പക്ഷികൾ ഒരു ദേശത്തു നിന്നും മറ്റൊരു ദേശത്തേക്ക് സഞ്ചരിക്കുന്നവയാണ്. അപ്പോൾ അവറ്റകളുടെ കാലുകളിൽ ജെംസും ബാക്ടീരിയയും ഒക്കെ ചേർന്നിങ്ങി പോരും. ആ കാലത്തിൽ ഇതിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്? അവിടെയുള്ള ഒരു ലോക്കൽ ഡോക്ടർ ഇതിനുള്ള ട്രീറ്റ്മെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രീറ്റ്മെന്റ് ഈ പൂവിനകത്താ. ഈ പൂവിന്റെ ഇതളുകൾ രോഗി കഴിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അതിന്റെ എസൻസ് എടുത്ത് കുടിക്കുകയോ ചെയ്താൽ ഈ രോഗം പെട്ടെന്ന് തന്നെ ഭേദമാകുന്നതാണ്. പക്ഷെ അപ്പൂപ്പ, ഇതൊക്കെ 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതല്ലേ? ഇപ്പോ ആ പൂവ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. അത് നമ്മൾ അവിടെ ചെന്ന് നോക്കിയാലേ അറിയാൻ പറ്റൂ. വീർ, നിങ്ങൾ എല്ലാവരും സ്പേസ് ഷിപ്പിൽ ഇപ്പൊ തന്നെ പുറപ്പെട്ടോളൂ. പക്ഷെ ഒരു കാര്യം ഓർക്കണം. അപ്പൂപ്പ, ഞാൻ പറക്കാനുള്ള ചിറകും എടുത്തോണ്ട് പോവുകയാണ്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ സ്പേസ് ഷിപ്പ് ഇല്ലാതെ തന്നെ ചുൾബുലിന് പറക്കാൻ ആഗ്രഹം തോന്നിയാലോ? നീ പറഞ്ഞത് ശരിയാണ് വീർ. ടോട്ടൽ പ്ലാനിങ്ങോടെ വേണം നിങ്ങൾ ഇവിടെ ഇറങ്ങാൻ. എത്ര സുന്ദരമായ ഐലൻഡ് അല്ലേ? ഇവിടെയുള്ള പക്ഷികൾക്ക് പോലും എന്ത് ഭംഗിയാ. സംഗതിയെല്ലാം കൊള്ളാം, പക്ഷെ നിക്ക്, ആദ്യം ഞാൻ അവരോട് സംസാരിച്ചു നോക്കട്ടെ. ഒരുപക്ഷെ നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് അവർ നമ്മുടെ കൂട്ടുകാരായാലോ? ഞങ്ങൾ നിങ്ങളോട് സൗഹൃദം പുലർത്താൻ വന്നതാണ്. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ഇവരാരും ഇപ്പൊ സംസാരിക്കാനുള്ള മൂഡിലല്ലെന്ന് തോന്നുന്നു.